വർക്ക് ആൻഡ് ടൈം എന്ന ചാപ്റ്ററിലെ മൂന്നാമത്തെ ക്ലാസ് ആണ് ഇന്ന് ആരംഭിക്കുന്നത്. ആദ്യത്തെ 2 ക്ലാസ് കാണാത്തവർ അത് കണ്ടതിന് ശേഷം മാത്രം മൂന്നാമത്തെ ക്ലാസ് കാണാൻ ശ്രമിക്കുക. എന്നാലേ കുറച്ചും കൂടി ക്ലിയർ ആയിട്ട് മനസ്സിലാക്കാൻ പറ്റൂ. ഫസ്റ്റ് ക്വസ്റ്റ്യൻ, എ ഒരു ജോലി 10 ദിവസം കൊണ്ടും ബി അതേ ജോലി 20 ദിവസം കൊണ്ടും ചെയ്യും. രണ്ടുപേരും ജോലി തുടങ്ങി 3 ദിവസങ്ങൾക്ക് ശേഷം എ പിരിഞ്ഞുപോയി. ബാക്കി ജോലി ബി ചെയ്തു തീർത്താൽ ബി ഒറ്റയ്ക്ക് എത്ര ദിവസം ജോലി ചെയ്യും? ഫസ്റ്റ് നമ്മൾ ക്വസ്റ്റ്യൻ കൃത്യമായിട്ട് വായിക്കുക. എ ഒരു ജോലി 10 ദിവസം കൊണ്ട് ചെയ്യും. അതേ ജോലി ബിക്കാണെങ്കിൽ എത്ര ദിവസം വേണം? 20 ദിവസങ്ങൾ വേണം. അങ്ങനെ രണ്ടുപേരും കൂടി ജോലി ചെയ്യാൻ വേണ്ടി തുടങ്ങി. അങ്ങനെ ജോലി ചെയ്തിട്ട് 3 ദിവസങ്ങൾക്ക് ശേഷം ആര് പിരിഞ്ഞുപോയി? എ പിരിഞ്ഞുപോയി. 3 ദിവസം പണിയെടുത്തതിന് ശേഷം എ പിരിഞ്ഞുപോയി. ബാക്കി ജോലി ആരാ ചെയ്യുന്നത്? ബി ഒറ്റക്കാണ് ചെയ്യുന്നത്. അങ്ങനെയാണെങ്കിൽ ബിക്ക് ആ ജോലി ചെയ്ത് തീർക്കാൻ വേണ്ടിയിട്ട്, ഒറ്റയ്ക്ക് ചെയ്ത് തീർക്കാൻ വേണ്ടിയിട്ട്, ബാക്കി ജോലി ചെയ്ത് തീർക്കാൻ വേണ്ടി എത്ര ദിവസം എടുക്കും എന്നാണ് ക്വസ്റ്റ്യൻ. ഫസ്റ്റ് എന്ത് ചെയ്യണം? നമ്മൾ സാധാരണ ചെയ്യുന്ന പോലെ തന്നെ അല്ലേ, എ ഒരു ജോലി 10 ദിവസം കൊണ്ടാണ്. അതുപോലെ തന്നെ ബി ഒരു ജോലി 20 ദിവസം കൊണ്ട്. നമ്മൾ എന്ത് ചെയ്യും? ആദ്യം ടോട്ടൽ വർക്ക് കണ്ടുപിടിക്കും. ടോട്ടൽ വർക്ക് എത്ര വരും? 20 അല്ലേ. LCM എടുത്താൽ 20 അല്ലേ വരിക? വലിയ നമ്പർ 20 ആണ്. 20ൽ 10 ഡിവിസിബിളുമാണ്. സോ LCM 20 വരും. ടോട്ടൽ വർക്ക് 20. ടോട്ടൽ വർക്ക് നമുക്കിവിടെ കിട്ടി. അങ്ങനെയാണെങ്കിൽ നമുക്ക് എന്റെ കഴിവ് അല്ലെ, എന്റെ എഫിഷ്യൻസി എന്ത് വരും? 10x2. ബിൻ്റെത് 20x1 ആണ് 20. സോ എന്റെ എഫിഷ്യൻസി 2. അതായത് എ ഒരു ദിവസം 2 ജോലി വരെ ചെയ്യും. ബിന്റെ എഫിഷ്യൻസി 1 ആണ്. ബി ആണെങ്കിൽ ഒരു ദിവസം 1 ജോലിയാണ് ചെയ്യുക. അങ്ങനെ ഇവർ രണ്ടും കൂടിയിട്ട് എയും ബിയും കൂടിയിട്ട് 2 + 1 3 ജോലിയാണ് ഒരു ദിവസം ചെയ്യുക. അപ്പം എയും ബിയും കൂടിയിട്ട് ഡെയിലി ദിവസം എത്ര ജോലി ചെയ്യും? 3 ജോലി ചെയ്യും. അങ്ങനെയാണെങ്കിൽ ഇവർ ഒരുമിച്ച് എത്ര ദിവസം ജോലി ചെയ്തു? 3 ദിവസം ജോലി ചെയ്തിട്ടുണ്ട്. അതിന് ശേഷമാണ് എന്തെന്ന് എ പിരിഞ്ഞു പോകുന്നത്. എയും ബിയും കൂടിയിട്ട് ഒരു ദിവസം 3 ജോലി വരെ ചെയ്യും. 3 ദിവസമാണ് ഇവർ രണ്ടുപേരും ജോലി ചെയ്യുന്നത്. അപ്പോൾ ഒരു ദിവസം 3 ജോലി ചെയ്യുന്നുണ്ടെങ്കിൽ 2 ദിവസം എന്ത് ചെയ്യും? 6 ജോലി ചെയ്യും. 3 ദിവസം 9 ജോലി ചെയ്യും. 10 ദിവസമാണെങ്കിൽ 30 ജോലി ചെയ്യും. നമുക്കിവിടെ 30 ജോലിയൊന്നും ഇല്ല, 20 ജോലി മാത്രമേ ആകെയുള്ളൂ. അപ്പം 3 ദിവസം കൊണ്ട് എയും ബിയും ചെയ്ത ജോലി എത്രയായിരിക്കും? 3 ദിവസം അല്ലേ, 3 ഇൻറ്റു അവരുടെ എഫിഷ്യൻസി 3. ടോട്ടല് 9 ജോലിയാണ് എയും ബിയും കൂടിയിട്ട് ആദ്യത്തെ 3 ദിവസം കൊണ്ട് ചെയ്യുന്നത്. ഇനി നമുക്കറിയാം ടോട്ടൽ ജോലി എന്താണ്? 20 ആണ്. അതിപ്പോൾ എ ചെയ്താലും ബി ചെയ്താലും രണ്ടുപേരും ഒരുമിച്ച് ചെയ്താലും എങ്ങനെ ചെയ്താലും എന്തായിരിക്കും? ടോട്ടൽ ജോലി എപ്പോഴും കോൺസ്റ്റന്റ് ആയിരിക്കും, 20 ആയിരിക്കും. ഇനി അതിൽ 9 ജോലി എന്തായി? ഇവർ രണ്ടുപേരും കൂടി 3 ദിവസം കൊണ്ട് എടുത്തു കഴിഞ്ഞു. ബാക്കി 20 - 9, ബാക്കി എത്ര ജോലിയുണ്ട്? 11 ജോലിയുണ്ട്. ബാക്കിയുള്ളത് 11 ജോലിയാണ്. ഇനി ബി ആണെന്ന് ഈ ബാക്കി 11 ജോലി ചെയ്യേണ്ടത്. അപ്പോൾ ബിന്റെ കഴിവ് എന്ന് പറയുന്നത് എന്താണ്? 1 ആണ്. അതായത് ബിന്റെ കഴിവ് 1 എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? ബി ഒരു ദിവസം 1 ജോലിയാണ് ചെയ്യുക. അങ്ങനെയാണെങ്കിൽ ബിക്ക് ഈ 11 ജോലി ചെയ്ത് തീർക്കണമെങ്കിൽ എത്ര ദിവസം വേണ്ടി വരും? ഒരു ദിവസം 1 വെച്ചിട്ട് 11 ദിവസത്തേക്ക് 11 ദിവസം വേണ്ടി വരും 11 ജോലി ചെയ്ത് തീർക്കാൻ വേണ്ടിയിട്ട് അല്ലേ. അല്ലെങ്കിൽ എങ്ങനെ എഴുതാം? ബിക്ക് ഈ 11 ജോലി ചെയ്യാൻ ആവശ്യമായ ടൈം എങ്ങനെ പിടിക്കാം? ബാക്കിയുള്ള വർക്ക് ഡിവൈഡ് ബൈ ബിന്റെ എഫിഷ്യൻസി. അപ്പോൾ 11/1 11 ദിവസമാണ് ഈ ഒരു ജോലി ചെയ്ത് തീർക്കാൻ വേണ്ടിയിട്ട് ആവശ്യം വരിക. ഓക്കെ, ഒന്നും കൂടി നമുക്ക് റിപ്പീറ്റ് ചെയ്യാം. എന്താണ് പറഞ്ഞത്? എ ഒരു ജോലി 10 ദിവസം കൊണ്ടും ബി അതേ ജോലി 20 ദിവസം കൊണ്ടും ചെയ്യും. എ ഒറ്റക്ക് 10 ദിവസം കൊണ്ട് 1 ജോലി ചെയ്യും, അങ്ങനെയാണ് പറഞ്ഞത് അല്ലേ. ബി ആണെങ്കിൽ 20 ദിവസം കൊണ്ട് അതേ ജോലി ചെയ്യും എന്നാണ് പറഞ്ഞത്. ഇനി 3 ദിവസങ്ങൾക്ക് ശേഷം എന്താ ചെയ്യുന്നത്? എ പിരിഞ്ഞു പോയി. അപ്പോൾ ബാക്കി ജോലി ആരാണ് ചെയ്യുന്നത്? ബി ചെയ്ത് തീർത്താൽ ബി ഒറ്റക്ക് എത്ര ദിവസം ജോലി ചെയ്യണം എന്നാണ് ചോദിച്ചത്. അപ്പോൾ നമ്മൾ എയും ബിയും തന്നിട്ടുണ്ട്. അപ്പം അതിൻ്റെ LCM എടുത്താൽ നമുക്ക് കിട്ടും ടോട്ടൽ ജോലി അല്ലേ. ടോട്ടൽ ജോലി ഇവിടെ കിട്ടും. ഇനി ഈ ജോലി എന്ന് പറയുന്നത് എപ്പോൾ എന്തായിരിക്കും?
കോൺസ്റ്റന്റ് ആയിരിക്കും. അത് നമ്മൾ പറഞ്ഞു. ഇപ്പോൾ എ ചെയ്താലും ബി ചെയ്താലും ജോലി എന്ത് തന്നെയാണ്? 20 തന്നെയാണ്. ടോട്ടൽ ജോലി 20 തന്നെയാണ്. അവിടെ ഈ രണ്ടുപേരും ഒരുമിച്ച് ചെയ്താലും ടോട്ടൽ ജോലി 20 തന്നെയായിരിക്കും. ഇനി 10 നമ്മൾ 20 ആവാൻ വേണ്ടിയിട്ട് 2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തു. 20 ആവാൻ വേണ്ടി 1 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തു. സോ നമുക്ക് എന്ത് കിട്ടി? ഇവരുടെ എഫിഷ്യൻസിയും കിട്ടി. അപ്പോൾ എയുടെ കഴിവ് എന്താണ്? 2 ആണ്. ബിന്റെ കഴിവ് എത്രയാണ്? 1 ആണ്. അതായത് ബി ഒരു ദിവസം മുഴുവൻ ചെയ്യുന്ന ജോലി എ വെറും അര ദിവസം കൊണ്ട് ചെയ്യും എന്നല്ല അതിൻ്റെ അർത്ഥം വരുന്നത്. അതായത് ബി ഒരു ദിവസം ഒരു ജോലിയാണ് ചെയ്യുക എന്നാണ് എഫിഷ്യൻസി പറയുമ്പോൾ എന്താ ഉദ്ദേശിക്കുന്നത്? ബി ഒരു ദിവസം ഒരു ജോലിയാണ് ചെയ്യുക, എ ഒരു ദിവസം 2 ജോലി ചെയ്യും എന്ന് പറഞ്ഞാൽ ബി ഒരു ദിവസം മുഴുവൻ ചെയ്യുന്ന ജോലി എ വെറും അര ദിവസം കൊണ്ട് ചെയ്ത് തീർക്കും. അങ്ങനെയാണ് അതിൻ്റെ അർത്ഥം. അങ്ങനെ എയും ബിയും കൂടിയിട്ട് അല്ലെ, എയും ബിയും കൂടിയിട്ട് എന്താവും? ദിവസം 3 ജോലി വരെ ചെയ്യും. എയും ബിയും കൂടിയിട്ട് ദിവസം 3 ജോലി ചെയ്യും. അങ്ങനെയാണെങ്കിൽ 2 ദിവസം 6 ജോലി ചെയ്യും, 3 ദിവസം 9 ജോലി ചെയ്യും. അങ്ങനെയാണ്. അപ്പം 3 ദിവസമാണ് 2 പേരും കൂടി ഒരുമിച്ച് വർക്ക് ചെയ്തിട്ടുള്ളത്. അപ്പം 3 ഇൻറ്റു അവരുടെ എഫിഷ്യൻസി ടോട്ടൽ 9 ജോലിയാണ് 2 പേരും കൂടി ഒരുമിച്ചിട്ട് ചെയ്യുക. അപ്പോൾ ഇവർ 2 പേര് ഒരുമിച്ച് 10 ദിവസം വർക്ക് ചെയ്യുന്നുണ്ടെങ്കിലോ 10 ഇൻറ്റു 3 30 ജോലി വരെ ചെയ്യും. ഓക്കെ, പക്ഷെ നമുക്ക് ഇവിടെ 20 ജോലിയേ ടോട്ടൽ വർക്ക് ഉള്ളൂ. ഇനി ഈ 9 ജോലി കഴിഞ്ഞ് ബാക്കി എത്ര ജോലി ചെയ്യാനുണ്ട്? ഇവിടെ 20. ടോട്ടൽ ജോലി 20 മൈനസ് 9 11 ജോലി തീർക്കാനുണ്ട്. ഈ 11 ജോലി ആര് ചെയ്യണം? ബി ഒറ്റയ്ക്ക് ചെയ്യണം. അതിനുള്ള സമയമാണ് നമ്മൾ ചോദിച്ചിട്ടുള്ളത്. സമയം കണ്ടുപിടിക്കണമെങ്കിൽ ടോട്ടൽ വർക്ക് വരുമ്പോൾ 20 കൊണ്ട് എടുക്കരുത്. ഇനി ഇവിടെ ടോട്ടൽ വർക്ക് എത്ര ബാക്കിയുണ്ട്? 11 വർക്ക് മാത്രമേ ബാക്കിയുള്ളൂ. ബൈ ബിന്റെ എഫിഷ്യൻസി എത്രയാണ്? 1 ആണ്. സോ 11/1 11 ദിവസം. 11 ദിവസമാണ് ബിക്ക് അത് ചെയ്ത് തീർക്കാൻ വേണ്ടി എടുക്കുന്ന സമയം. ഇതേ മോഡലിൽ 1-2 ക്വസ്റ്റ്യൻ കൂടി ചെയ്ത് നോക്കും. അപ്പോൾ കുറച്ചുകൂടി ക്ലിയർ ആയിട്ട് വരും. എക്സ് ഒരു ജോലി 30 ദിവസം കൊണ്ടും വൈ അതേ ജോലി 20 ദിവസം കൊണ്ടും ചെയ്യും. ഓക്കെ, അപ്പോൾ എക്സ് 30 ദിവസം കൊണ്ട് ചെയ്യും, വൈ അതേ ജോലി 20 ദിവസം കൊണ്ട് ചെയ്യും. ഇനി വൈ ജോലി തുടങ്ങി. ഇവിടെ ക്വസ്റ്റ്യനിൽ ചെറിയൊരു വ്യത്യാസമുണ്ട്. വൈ ജോലി തുടങ്ങി. ഇവിടെ ജോലി തുടങ്ങുന്ന ആരാണ്? 2 പേരും ഒരുമിച്ചല്ല, വൈ ആണ് ജോലി തുടങ്ങുന്നത്. വൈ ജോലി തുടങ്ങി 18 ദിവസങ്ങൾക്ക് ശേഷം പിരിഞ്ഞു പോയി. ബാക്കി ജോലി എക്സ് ഒറ്റയ്ക്ക് ചെയ്ത് തീർത്താൽ എക്സ് ഒറ്റയ്ക്ക് എത്ര ദിവസം ജോലി ചെയ്യും എന്നാണ് ക്വസ്റ്റ്യൻ. സോ അപ്പോൾ നമുക്ക് ആദ്യം നമ്മൾ എന്ത് ചെയ്യുക? ടോട്ടൽ വർക്ക് കണ്ടുപിടിക്കണം. എല്ലാ ക്വസ്റ്റ്യനിലും ടോട്ടൽ വർക്കാണ് ആദ്യം കണ്ടുപിടിക്കേണ്ടത്. അപ്പോൾ 30ഉം 20ഉം ആണെങ്കിൽ 30ൽ ഡിവിസിബിൾ അല്ല, അപ്പോൾ 60ൽ 2 ഡിവിസിബിൾ ആണ്. സോ 60 ആയിരിക്കും LCM വരിക. അപ്പം 30 × 2 ആണ് 60, 20 × 3 ആണ് 60. ടോട്ടൽ എന്ത് വരും? 60 ജോലിയാണ് നമുക്ക് തീർക്കാനുള്ളത്. അതിൽ എക്സിൻ്റെ എഫിഷ്യൻസി 2ഉം വൈൻ്റെ എഫിഷ്യൻസി 3ഉം ആണ്. അതിന് ക്വസ്റ്റ്യൻ ശരിക്കും ശ്രദ്ധിച്ച് നോക്കിയാൽ വൈ ആണ് ജോലി തുടങ്ങുന്നത്. വൈ ജോലി തുടങ്ങി 18 ദിവസങ്ങൾക്ക് ശേഷം പിരിഞ്ഞു പോയി. അപ്പോൾ ആദ്യത്തെ 18 ദിവസം വൈ ഒറ്റക്കാണ് ജോലി ചെയ്തത്. അപ്പോൾ വൈൻ്റെ എഫിഷ്യൻസി എത്രയാണ്? ഇവിടെ 3 ആണ്. അപ്പോൾ 18 × 3 54 ജോലി ഒറ്റക്കാണ് വൈ ഇവിടെ ചെയ്യുന്നത്. 54 ജോലി വൈ ഒറ്റക്കാണ് ചെയ്യുന്നത് 18 ദിവസം അല്ലേ. 18 ദിവസം അദ്ദേഹത്തിൻ്റെ എഫിഷ്യൻസി 3 ആണ്. അപ്പോൾ 18 × 3 54 ജോലി ഒറ്റക്കാണ് ചെയ്യുന്നത്. ഇനി ബാക്കി എത്ര ജോലിയുണ്ട്? 60 മൈനസ് 54, ബാക്കി 6 ജോലിയുണ്ട്. ഇവിടെ തീർക്കാൻ വേണ്ടിയിട്ട്. ഈ 6 ജോലി ആര് തീർക്കണം? എക്സ് തീർക്കണം. അപ്പോൾ എക്സിന് ആവശ്യമായിട്ടുള്ള ആ ഒരു ജോലി തീർക്കാൻ ആവശ്യമുള്ള ടൈമാണ് നമ്മളോട് ചോദിച്ചിട്ടുള്ളത്. സോ എക്സിന് ആവശ്യമായിട്ടുള്ള ടൈം കണ്ടുപിടിക്കണം. എന്ത് വേണം? ജോലി ഡിവൈഡ് ബൈ എഫിഷ്യൻസി, എക്സിൻ്റെ എഫിഷ്യൻസി. അപ്പോൾ ഇവിടെ ബാക്കിയുള്ള ജോലി എത്രയാണ്? ജോലി എടുക്കുമ്പോൾ ടോട്ടൽ ജോലി എടുക്കരുത്, ബാക്കിയുള്ള ജോലി മാത്രം എടുക്കണം. 6 ഡിവൈഡ് ബൈ എക്സിൻ്റെ എഫിഷ്യൻസി എത്രയാണ്? 2. 6/2 3. അപ്പോൾ എക്സിനകത്ത് തീർക്കാൻ വേണ്ടി 3 ദിവസം എടുക്കും. ഇപ്പോൾ ചെറിയ നമ്പേഴ്സൊക്കെ ആണെങ്കിൽ നമുക്ക് പെട്ടെന്ന് ആലോചിക്കാൻ പറ്റും. കാരണം എക്സ് ഒരു ദിവസം 2 ജോലി ചെയ്യും, 2 ദിവസം 4 ജോലി ചെയ്യും, 3 ദിവസം 6 ജോലി ചെയ്യും. നമുക്ക് മനസ്സിൽ കൂട്ടാനേ ഉള്ളൂ. ഒരു ദിവസം 2 ആണെങ്കിൽ 6 ജോലി ചെയ്യാൻ 3 ദിവസം ആവശ്യമാണല്ലോ. ഇങ്ങനെ ഇക്വേഷൻ ഒന്നും എഴുതി ചെയ്യേണ്ട ആവശ്യമില്ല, പെട്ടെന്ന് തന്നെ മൈൻഡിൽ തന്നെ കാൽക്കുലേറ്റ് ചെയ്ത് ചെയ്യാൻ പറ്റുന്നതേ ഉള്ളൂ. സോ ഇവിടെ കൺഫ്യൂഷൻ ആവാനൊന്നുമില്ല. ചെറിയൊരു വ്യത്യാസമുള്ളത്, 2 പേര് ചെയ്യുന്നതിന് പകരം വൈ ഒറ്റക്കാണ് ഇവിടെ ആദ്യത്തെ 18 ദിവസം ജോലി ചെയ്തത്, ബാക്കി ജോലിയാണ് എക്സ്. ഇനി ക്വസ്റ്റ്യനിൽ ചിലപ്പോൾ ഇങ്ങനെയും ചോദിക്കാം. ഇവിടെ ഇപ്പോൾ നമ്മൾ ചോദിച്ചത് എന്താണ്? എക്സ് ഒറ്റയ്ക്ക് എത്ര ദിവസം ജോലി ചെയ്യും എന്നാണ് ചോദിച്ചത്. ഇനി ആകെ ടോട്ടലായിട്ട് ഈ ജോലി ചെയ്ത് തീർക്കാൻ എത്ര ദിവസം എടുക്കുന്നതാണ് ചോദിച്ചിട്ടുണ്ടെങ്കിലോ, ടോട്ടൽ എത്ര ദിവസം എടുക്കുന്നത് ചോദിച്ചിട്ടുണ്ടെങ്കിൽ ഈ എക്സ് ചെയ്ത ദിവസം 3 ദിവസം അല്ലേ, 3 ദിവസവും വൈ ചെയ്ത ദിവസം 18 ദിവസം അല്ലേ.
18ഉം 3ഉം 21 ഈ ഒരു ജോലി തീർക്കാൻ വേണ്ടി ടോട്ടലായിട്ട് എടുത്ത ദിവസം. ചിലപ്പോൾ അങ്ങനെയും ക്വസ്റ്റ്യൻ ചോദിക്കാം. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം, രണ്ട് മൊത്തം ജോലി ചെയ്ത ദിവസങ്ങൾ ആഡ് ചെയ്യണം. ഇപ്പോൾ എക്സ് ചെയ്ത ദിവസം 3 ദിവസം ആഡ് ചെയ്യണം, വൈ ചെയ്ത 18 ദിവസം ആഡ് ചെയ്യണം. ടോട്ടൽ 21 ദിവസം എടുത്തു ആ ഒരു ജോലി കംപ്ലീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്. ഓക്കെ, മറ്റൊരു ക്വസ്റ്റ്യൻ. രാമു ഒരു ജോലി 25 ദിവസം കൊണ്ടും ദേവി അതേ ജോലി 20 ദിവസം കൊണ്ടും ചെയ്യും. അവർ ഒരുമിച്ച് ജോലി തുടങ്ങി. 8 ദിവസങ്ങൾക്ക് ശേഷം ദേവി പിരിഞ്ഞു പോയി. ബാക്കി ജോലി രാമു ഒറ്റയ്ക്ക് ചെയ്ത് തീർത്താൽ രാമു ഒറ്റയ്ക്ക് എത്ര ദിവസം ജോലി ചെയ്യും? സോ ആദ്യം നമ്മൾ എന്ത് കണ്ടുപിടിക്കണം? ആദ്യം ടോട്ടൽ വർക്ക് കണ്ടുപിടിക്കണം. 25ഉം 20ഉം 25-ൽ പോയില്ല. നെക്സ്റ്റ് 50-ൽ പോയില്ല. പിന്നെ 75-ൽ പോയില്ല. 100 എന്ത് തരുക? ഇതിൻ്റെ LCM. സോ ടോട്ടൽ ജോലി എത്രയാണ്? 100. നമുക്ക് ഇവിടെ ചെയ്ത് തീർക്കാനുള്ള ടോട്ടൽ ജോലി എത്രയാണെന്ന് വെച്ചാൽ 100. അതിൽ എന്താണ് ക്വസ്റ്റ്യനിൽ പറയുന്നത്? അവർ ഒരുമിച്ച് ജോലി തുടങ്ങി. ഇവിടെ രണ്ടുപേരും ഒരുമിച്ച് തന്നെയാണ് ജോലി തുടങ്ങുന്നത്. അപ്പോൾ എഫിഷ്യൻസി കണ്ടുപിടിക്കണം ആദ്യം. 25 × 4 100, 20 × 5 100. സോ രാമുവിൻ്റെ എഫിഷ്യൻസി എത്രയാണ്? 4. രാമു ഒരു ദിവസം 4 ജോലി ചെയ്ത് തീർക്കും. ദേവിയാണെങ്കിൽ ഒരു ദിവസം 5 ജോലി ചെയ്യും. അങ്ങനെയാണെങ്കിൽ ഒരുമിച്ച് എത്ര ചെയ്യും? രാമുവും ദേവിയും കൂടിയിട്ട് 4 + 5 ഒരു ദിവസം 9 ജോലി വരെ ചെയ്ത് തീർക്കാനുള്ള കഴിവ് അവർക്കുണ്ട്. അങ്ങനെ 8 ദിവസം അവർ ഒരുമിച്ച് ജോലി ചെയ്തു. അപ്പം 8 × 9 ഇത് മനസ്സിലാവില്ല. ഇത് സമയമാണ്, ഇത് എഫിഷ്യൻസിയാണ്. അങ്ങനെ അപ്പോൾ നമുക്ക് എന്ത് കിട്ടും? അത്ര അവർ ചെയ്ത വർക്കല്ലേ കിട്ടുക? 72 ജോലിയാണ് ടോട്ടലായിട്ട് അവർ 8 ദിവസം കൊണ്ട് ചെയ്ത് തീർക്കുന്നത്. ഓക്കെ, 8 ദിവസങ്ങൾക്ക് ശേഷം എന്ത് സംഭവിച്ചു? ദേവി പിരിഞ്ഞു പോയി. ബാക്കി ആര് ചെയ്യണം? രാമു ഒറ്റയ്ക്ക് ചെയ്ത് തീർക്കണം. അപ്പം ബാക്കി ചെയ്യണമെങ്കിൽ ബാക്കി എത്ര ജോലിയുണ്ട് ആദ്യം കണ്ടുപിടിക്കണം. ബാക്കി 100 - 72 ആണ് വരും അല്ലേ? ബാക്കി ജോലി എന്ത് വരും? 28 ജോലിയാണ് അവിടെ ബാക്കിയുള്ളത്. ഈ 28 ജോലി രാമു ഒറ്റയ്ക്ക് ചെയ്ത് തീർക്കാൻ എത്ര സമയം വേണമെന്ന് ചോദിച്ചത്. അപ്പോൾ സമയം കണ്ടുപിടിക്കേണ്ടത് വർക്ക് ഡിവൈഡ് ബൈ എഫിഷ്യൻസി. അപ്പോൾ ബാക്കിയുള്ള വർക്ക് എടുക്കണം. എപ്പോഴും 28 ബൈ രാമുവിൻ്റെ എഫിഷ്യൻസി 4. 28/4 7 ദിവസം വരും. 7 ദിവസം വേണം എന്തെന്ന് ഈ ഒരു വർക്കിന് രാമു ഒറ്റയ്ക്ക് ചെയ്ത് തീർക്കാൻ. ഇനി ടോട്ടൽ എത്ര ദിവസം എടുത്തെന്ന് ചോദിച്ചിട്ടാണെങ്കിൽ എന്ത് പറയണം നമ്മൾ? ഈ 8ഉം 7ഉം 15 ദിവസമാണ് ടോട്ടൽ ഈ ഒരു വർക്ക് കംപ്ലീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് എടുത്തിട്ടുള്ളത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. എക്സ് ഒരു ജോലി 8 ദിവസം കൊണ്ടും എക്സ് 8 ദിവസം കൊണ്ട് ഒരു ജോലി ചെയ്യും. വൈ അതേ ജോലി 6 ദിവസം മതി, 6 ദിവസം കൊണ്ട് ചെയ്യും. അവർ ഒരുമിച്ച് ജോലി തുടങ്ങി. 2 ദിവസങ്ങൾക്ക് ശേഷം എക്സ് പിരിഞ്ഞു പോയി. സോ ഇവിടെ ടോട്ടൽ വർക്ക് എത്ര വരും? 8ഉം 6ഉം അല്ലേ? 8 16 ആവില്ല. നെക്സ്റ്റ് 24 LCM വരിക. അപ്പോൾ 8 × 3 24, 6 × 4 24. സോ എക്സിൻ്റെ എഫിഷ്യൻസി 3ഉം വൈൻ്റെ എഫിഷ്യൻസി 4ഉമാണ്. ഇനി അവർ ഒരുമിച്ച് ജോലി തുടങ്ങി. രണ്ടുപേരും ഒരുമിച്ച് ജോലി തുടങ്ങിയിട്ട് 2 ദിവസങ്ങൾക്ക് ശേഷം ആര് പിരിഞ്ഞു പോയി? എക്സ് ആണ് പിരിഞ്ഞു പോയത്. സോ അപ്പോൾ രണ്ടുപേരും കൂടി ടോട്ടൽ എഫിഷ്യൻസി എത്ര വരും? 3ഉം 4ഉം 7 ജോലി വരെ ഒരു ദിവസം അവർ ചെയ്ത് തീർക്കും. അങ്ങനെ 2 ദിവസം അവർ ഒരുമിച്ച് ജോലി ചെയ്ത് അങ്ങനെ 2 ദിവസമാണ് അവർ ഒരുമിച്ച് ജോലി ചെയ്തത്. അപ്പം 7 × 2 14 ജോലി എന്തായി? അവർ രണ്ടുപേരും ഒരുമിച്ച് പൂർത്തിയാക്കിയിട്ടുണ്ട്. 14 ജോലി രണ്ടുപേരും ഒരുമിച്ച് പൂർത്തിയാക്കി. ബാക്കി നമ്മൾ ടോട്ടൽ ജോലി എന്ന് പറഞ്ഞാൽ 24ആണ്. അപ്പോൾ 24 - 14 ബാക്കി 8 ജോലി ഇനി അവിടെ ചെയ്ത് തീർക്കാനുണ്ട്. 10 ജോലി ഇനി അവിടെ ചെയ്ത് തീർക്കാനുണ്ട്. ഈ 10 ജോലി ആര് ചെയ്യണം? കാരണം എക്സ് പിരിഞ്ഞു പോയി, പിന്നീട് വൈ ഒറ്റയ്ക്ക് മാത്രമേ ഉള്ളൂ. അപ്പോൾ വൈ 10 ജോലി ചെയ്ത് തീർക്കണം. അപ്പോൾ വൈ 10 ജോലി ചെയ്ത് തീർക്കണമെങ്കിൽ ജോലി ഡിവൈഡ് ബൈ സമയമാണ് കണ്ടുപിടിക്കേണ്ടത്. എഫിഷ്യൻസി വൈൻ്റെ എഫിഷ്യൻസി എത്രയാണ്? 4ആണ്. അപ്പോൾ 10/4 വരും. 10/4 വരുമ്പം ചിലപ്പം 2.5 ഇത് വരിക. 2.5 തരാൻ വേണമെങ്കിൽ, അല്ലെങ്കിൽ ചിലപ്പോൾ ഭിന്നസംഖ്യ രൂപത്തിലും ഓപ്ഷനിൽ ഉണ്ടാവാം. ഓക്കെ, അപ്പോൾ 2.5 ദിവസമാണ് ഇതെന്ന് വൈ ഒറ്റയ്ക്ക് ഈ ഒരു ജോലി ചെയ്ത് തീർക്കാൻ വേണ്ടി എടുക്കുന്ന സമയം. ഇനി ടോട്ടൽ ദിവസം ചോദിക്കുന്നുണ്ടെങ്കിൽ 2ഉം 2.5 4.5 ദിവസമാണ് ടോട്ടൽ ഈ ഒരു ജോലി കംപ്ലീറ്റ് ചെയ്യാൻ വേണ്ട സമയം. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. സന്ദീപും രാഘവും കൂടി ഒരു ജോലി 4 ദിവസം കൊണ്ട് ചെയ്തു തീർക്കും. സന്ദീപിന് തനിയെ ആ ജോലി 6 ദിവസം കൊണ്ട് തീർക്കാൻ കഴിയും. സന്ദീപും രാഘവനും കൂടി ആ ജോലി തുടങ്ങി 2 ദിവസം കഴിഞ്ഞപ്പോൾ സന്ദീപ് അവധിയെടുത്തു. രാഘവൻ ബാക്കിയുള്ള ജോലി എത്ര ദിവസം കൊണ്ട് ചെയ്തു തീർക്കും?
ഓക്കെ, ഇവിടെ ചെറിയൊരു വ്യത്യാസമുണ്ട്. എന്താണ്, നമുക്ക് ആദ്യം തന്നെ എന്താണ്, സന്ദീപും രാഘവും കൂടി ഒരു ജോലി 4 ദിവസം കൊണ്ട് ചെയ്തു തീർക്കുന്നത്. രണ്ടുപേരും ഒരുമിച്ചുള്ള സമയമാണ് നമുക്ക് തന്നിട്ടുള്ളത്. അപ്പോൾ സന്ദീപ് പ്ലസ് രാഘവൻ എന്നാണ് പറഞ്ഞിട്ടുള്ളത് 4 ദിവസം. ഇനി സന്ദീപിന് തനിയെ ആണെങ്കിൽ എന്ത്, അത് 6 ദിവസം കൊണ്ട് തീർക്കാനും കഴിയും. ഇനി എന്നാലും നമ്മൾ ആദ്യം എന്താ കണ്ടുപിടിക്കണം, നമ്മൾ ടോട്ടൽ ജോലി കണ്ടുപിടിക്കണം. 6ഉം 4ഉം എന്ത് വരും, 12 അല്ലേ, 12ആണ് LCM വരിക. സോ 12 ജോലിയാണ് അവിടെ ടോട്ടലായിട്ട് ചെയ്ത് തീർക്കാനുള്ളത്. ഓക്കെ, ആദ്യം എഫിഷ്യൻസി കണ്ടുപിടിക്കുക. 4 × 3 ആണ് 12, 6 × 2 ആണ് 12. അപ്പം സന്ദീപിന്റെ രാഘവന്റെ എഫിഷ്യൻസി എത്രയാണ്, 3 ആണ്. രണ്ടുപേരും കൂടിയിട്ടുള്ള എഫിഷ്യൻസി 3 ആണ്. അതിൽ സന്ദീപിന്റെ മാത്രം എഫിഷ്യൻസിയാണ് നിന്നത് ഇത് 2. ഇവിടെ സന്ദീപ് രാഘവന്റെ രണ്ടുപേരെയും കൂടിയിട്ടുള്ള എഫിഷ്യൻസി 3 ആണ്. സന്ദീപിന്റെ മാത്രം എഫിഷ്യൻസി 2 ആണ്. അങ്ങനെയാണെങ്കിൽ രാഘവന്റെ എഫിഷ്യൻസി എന്തായിരിക്കും, 3 - 2 1 ആണ് അല്ലേ. അതായത് സന്ദീപും രാഘവനും കൂടിയിട്ട് മൂന്ന് ജോലി ഒരു ദിവസം ചെയ്ത് തീർക്കും. അതിൽ സന്ദീപ് മാത്രം എത്ര, 2 ജോലി ചെയ്യും. അങ്ങനെയാണെങ്കിൽ ഓട്ടോമാറ്റിക്കായിട്ട് രാഘവൻ എത്ര ജോലിയായിരിക്കും ചെയ്യുക, ഒരു ജോലിയായിരിക്കും ചെയ്യുക. സോ രാഘവന്റെ എഫിഷ്യൻസി എത്രയാണ്, 1 ആണ്. രാഘവന്റെ എഫിഷ്യൻസി 1 ആണ്. നമ്മൾ ചോദിച്ചിട്ടുള്ളത് 2 ദിവസം കഴിഞ്ഞപ്പോൾ സന്ദീപ് അവധി എടുത്തു. അപ്പോൾ 2 ദിവസം ആര് ചെയ്തിട്ടുണ്ട്, 2 പേരും കൂടി ജോലി ചെയ്തിട്ടുണ്ട്. അപ്പോൾ 2 × 3 അല്ലെ, 2 പേരുടെയും കൂടി എഫിഷ്യൻസി 3 അല്ലേ. സോ 6 ജോലി എന്തായി, 2 പേരും കൂടി എടുത്തിട്ടുണ്ട്. ബാക്കി ജോലി അല്ലേ, ബാക്കി എന്നാൽ 12 - 6, ബാക്കി 6 ജോലി കൂടി ബാക്കിയുണ്ട്. ഈ ജോലി ആര് ചെയ്യുന്നുണ്ട്, ഒറ്റയ്ക്ക് രാഘവനാണ് ചെയ്യുന്നത്. സോ എത്ര സമയം വേണ്ടി വരും, 6/6 ബാക്കിയുള്ള ജോലി ഡിവൈഡ് ബൈ രാഘവന്റെ എഫിഷ്യൻസി 1, 6/1 6 ദിവസം വേണ്ടി വരും. 6 ദിവസം വേണ്ടി വരും രാഘവന് ആ ജോലി ഒറ്റയ്ക്ക് കംപ്ലീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്. ഇപ്പം നമ്മൾ നേരത്തെ പറഞ്ഞ അതേ സംഭവം തന്നെയാണ് ഇവിടെ നമുക്ക് ഡയറക്റ്റ് ഒരാൾ തരാണ്ട് 2 പേര് ഒരുമിച്ചുള്ള തന്നു എന്നുള്ള മാത്രമേ വ്യത്യാസമുള്ളൂ. ബാക്കി എല്ലാം സെയിം ആണ്, ചെയ്യുന്ന രീതിയൊക്കെ സെയിം ആണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, രാജു 20 ദിവസത്തിൽ പൂർത്തിയാക്കുന്ന ജോലി റാണി 15 ദിവസത്തിൽ പൂർത്തിയാക്കും. അഖിൽ അത് 12 ദിവസത്തിൽ പൂർത്തിയാക്കും. ഓക്കെ, ഇപ്പോൾ ഇവിടെ എന്താണ് വ്യത്യാസം വരുന്നത്, 1, 2, 3 ആൾ വരുന്നുണ്ട്. സാധാരണ നമ്മൾ 2 ആൾ വെച്ചിട്ടുള്ള ഇത്രയും നേരം ചെയ്തത്, ഇപ്പം 3 ആൾ വരുന്നുണ്ട്. രാജു 20 ദിവസം വേണം രാജുവിനൊരു ജോലി ചെയ്ത് തീർക്കാൻ വേണ്ടിയിട്ട്. അതേ ജോലി തന്നെ റാണി ആണെങ്കിൽ 15 ദിവസം കൊണ്ട് ചെയ്യും. ഇതേ ജോലി അഖില് 12 ദിവസത്തിനുള്ളിൽ പൂർത്തിയാക്കും. സോ നമുക്ക് ആദ്യം എന്താ കണ്ടുപിടിക്കണം, ആദ്യം ടോട്ടൽ വർക്ക് എത്രയുണ്ട് കണ്ടുപിടിക്കണം, LCM കണ്ടുപിടിക്കണം. 20 ഡിവൈഡ് ആവില്ല, 40 ഡിവൈഡ് ആവില്ല, 60 ഓക്കെയാണ്. അപ്പോൾ 20 × 3, 15 × 4, 12 × 5. സോ നമുക്കിവിടെ രാജുവിൻ്റെ എഫിഷ്യൻസി എത്ര കിട്ടി, 3 ആണ്. റാണീൻ്റെ എഫിഷ്യൻസി 4 ആണ്. അഖിലിൻ്റെ എഫിഷ്യൻസി 5 ആണ്. ഇനി ഇവർ മൂവരും 2 ദിവസം ഈ ജോലി ചെയ്തതിന് ശേഷം ബാക്കി ജോലി രാജു മാത്രം തുടരുന്നുവെങ്കിൽ രാജുവിന് എത്ര ദിവസം വേണ്ടി വരും. സോ 3 പേരും കൂടി 2 ദിവസം ചെയ്തു. എന്ന് വെച്ചാൽ 3, 4, 7, 7ഉം 5ഉം 12. ടോട്ടൽ എഫിഷ്യൻസി എത്രയാണ്, 3 പേരുടെയും കൂടിയിട്ടുള്ള ടോട്ടൽ എഫിഷ്യൻസി 12 ആണ്. ഈ 12 ജോലി ഒരു ദിവസം എടുക്കാൻ പറ്റുന്ന ഇവർ 2 ദിവസം ജോലി ചെയ്തു ഒരുമിച്ച്. അപ്പം 24 ജോലി അവർ 3 പേരും കൂടി കംപ്ലീറ്റ് ചെയ്തു. 24 ജോലിയാണ് 3 പേരും കൂടി കംപ്ലീറ്റ് ചെയ്തത്. ബാക്കി എത്ര ജോലിയുണ്ട്, 60 - 24, ബാക്കി 36 ജോലി അവിടെ പെൻഡിങ് ഉണ്ട്. ഈ 36 ജോലി ആരും ഒറ്റയ്ക്ക് എടുക്കുന്നതാണ്, രാജു ഒറ്റയ്ക്കാണ് എടുക്കുന്നത്. അപ്പോൾ രാജു ഒറ്റയ്ക്ക് എടുക്കുമ്പോൾ അതിനാവശ്യമായിട്ടുള്ള ടൈം എങ്ങനെ കണ്ടുപിടിക്കും, ബാക്കിയുള്ള ജോലി അല്ലേ, ജോലി ഡിവൈഡ് ബൈ രാജുവിൻ്റെ എഫിഷ്യൻസി 36/3 12. അപ്പം രാജു 36 ജോലി ഒറ്റയ്ക്ക് എടുക്കണമെങ്കിൽ എത്ര ദിവസം വേണ്ടി വരും, 12 ദിവസം വേണ്ടി വരും. കാരണം രാജുവിൻ്റെ എഫിഷ്യൻസി 3 ആണ്. സോ 36 ജോലി എടുക്കണമെങ്കിൽ എത്ര ദിവസം വേണം, 12 ദിവസം വേണം. അപ്പോൾ ക്വസ്റ്റ്യൻ കൃത്യമായിട്ട് വായിക്കുക. ഇനി ചിലപ്പോൾ ഇതേ ജോലി ചിലപ്പം 3 പേരും 2 ദിവസം തരും. പിന്നെ അതിനുശേഷം അതിൽ ഒരാൾ പോയി ബാക്കി 2 പേരും കൂടി ജോലി എടുക്കും. പിന്നെ ആദ്യം ഒരാൾ പോകും. അങ്ങനെ പല രീതിയിൽ തരും. എങ്ങനെ ചെയ്താലും നമ്മൾ എങ്ങനെ കണ്ടുപിടിക്കണം, ഈ ഇത് വെച്ചിട്ട് നമ്മൾ ചെയ്യണം. ഈ ഒരു ഫോർമാറ്റ് വെച്ച് ചെയ്യുക. ആദ്യം വർക്ക് കണ്ടുപിടിക്കുക. എന്നിട്ട് 3 പേര് എടുക്കുകയാണെങ്കിൽ ആദ്യം 3 പേരുടെ എഫിഷ്യൻസി ഇൻറ്റു എത്ര ദിവസം ജോലി ചെയ്യുന്നു, അങ്ങനെ അത്ര വർക്ക് ചെയ്ത് കംപ്ലീറ്റ് ആക്കി കണ്ടുപിടിക്കുക. ഇനി 2 പേരാണെങ്കിൽ 2 പേരുടെ എഫിഷ്യൻസി എടുക്കുക, എത്ര ദിവസം അവർ ചെയ്യുന്നു, അങ്ങനെ ആ വർക്ക് കണ്ടുപിടിക്കുക. അത് രണ്ടും കഴിച്ചതിന് ശേഷം ബാക്കി ടോട്ടൽ ജോലി എത്ര ബാക്കിയുണ്ട് നോക്കുക. ടോട്ടൽ ജോലി ഇനി ആരാണ് ചെയ്യുന്നത്, ബാക്കി ആരാണ് ചെയ്യുന്നത് നോക്കുക. അവരെ ബാക്കിയുള്ള ജോലി ഡിവൈഡ് ബൈ അവരുടെ എഫിഷ്യൻസി.
അങ്ങനെയാണെങ്കിൽ അവർ ആ ജോലി കംപ്ലീറ്റ് ആക്കുന്ന ദിവസം നമുക്ക് കിട്ടും. ഇനി ടോട്ടൽ ഡേയ്സ് ആണ് ഈ ഒരു ജോലി കംപ്ലീറ്റ് ആക്കാൻ വേണ്ടി എത്ര ദിവസം വേണമെന്ന് ചോദിച്ചാലെങ്കിലോ, ഇപ്പോൾ 12 ദിവസം പ്ലസ് 2 ദിവസം 14 ദിവസമാണ് ടോട്ടൽ ആയിട്ട് ആവശ്യമായിട്ടുള്ള ദിവസം. ചിലപ്പോൾ ക്വസ്റ്റ്യനിൽ അങ്ങനെയും ചോദിക്കും. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഈ ഒരു ക്വസ്റ്റ്യൻ നമ്മൾ നേരത്തെ പറഞ്ഞ പോലത്തെ ഒരു ക്വസ്റ്റ്യൻ ആണ്. ഇപ്പോൾ പറഞ്ഞ പോലത്തെ ഒരു ക്വസ്റ്റ്യൻ ആണ്. 2 കണ്ടീഷൻ വരുന്നുണ്ട്. ജോണിക്ക് 40 ദിവസം കൊണ്ടും, ജോണി ഒരു ജോലി ചെയ്തെടുക്കാൻ വേണ്ടി 40 ദിവസം എടുക്കുന്നുണ്ട്. രാജുവിന് അതേ ജോലി ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് 48 ദിവസം കൊണ്ടും, ബോബിക്ക് അതേ ജോലി ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് 60 ദിവസം കൊണ്ടും സാധിക്കും. അപ്പം ടോട്ടൽ വർക്ക് തന്നെ ആദ്യം കണ്ടുപിടിക്കണം. ആദ്യം എപ്പോഴും നമ്മൾ ടോട്ടൽ വർക്കാണ് കണ്ടുപിടിക്കേണ്ടത്. അപ്പോൾ 60 വലിയ സംഖ്യേൻ്റെ മൾട്ടിപ്പിൾ എടുത്ത് നോക്കും. 60 ആവില്ല, 120 ആവില്ല, പിന്നെ 180 ആവില്ല, പിന്നെ 240 വരും ഇതിൻ്റെ LCM. സോ ആദ്യം നമുക്ക് എത്ര ജോലി ഇവിടെ തീർക്കാനുണ്ട്, ടോട്ടൽ ജോലി 240 കിട്ടി. ടോട്ടൽ ജോലി എത്ര കിട്ടി? 240 കിട്ടി. ഇനി പറയുന്നത് എന്താണ്? ഇനി നമുക്ക് എന്താണ് കണ്ടുപിടിക്കേണ്ടത്? ഇവരുടെ 3 പേരുടെ എഫിഷ്യൻസി കണ്ടുപിടിക്കണം. അപ്പം 40 × 6 ആണ് 240, 48 × 5 ആണ് 240, 60 × 4 ആണ് 240. സോ നമുക്കിവിടെ ജോണിൻ്റെ എഫിഷ്യൻസി 6 ആണെന്നും, രാജുവിൻ്റെ എഫിഷ്യൻസി 5 ആണെന്നും, അതുപോലെ തന്നെ ബോബിൻ്റെ എഫിഷ്യൻസി 4 ആണെന്നും കിട്ടി. ഇനി നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കുക. ഇവർ 4 ദിവസം ഒരുമിച്ച് ജോലി ചെയ്തു. അപ്പം 4 ദിവസം ഇവർ 3 പേര് ഒരുമിച്ച് ജോലി ചെയ്തിട്ടുണ്ട്. അതായത് 4 × ഇവരുടെ എഫിഷ്യൻസി 6ഉം 5ഉം 11ഉം 4ഉം 15. അപ്പം 15 × 4 60 ജോലി ഇവർ 3 പേരും കൂടി ഒരുമിച്ച് ചെയ്തു. 60 ജോലി ഇവർ 3 പേരും കൂടി ഒരുമിച്ച് ചെയ്തു. അതിനുശേഷം എന്താ സംഭവിച്ചത്? തുടർന്ന് രാജു എന്തായി? രാജു പണി മതിയാക്കി പോയി. അതിനുശേഷം ജോണിയും ബോബിയും ഒരു 12 ദിവസം ഒരുമിച്ച് ജോലി ചെയ്തു. അപ്പം ജോണിയും ബോബിയും മാത്രമാണ്. അപ്പം ജോണീൻ്റെയും ബോബിൻ്റെ എഫിഷ്യൻസി എത്രയാണ്? 6ഉം 4ഉം 10. 6ഉം 4ഉം 10 എഫിഷ്യൻസിയിൽ ഇവർ 12 ദിവസം ജോലി ചെയ്തു. അങ്ങനെയാണെങ്കിൽ 120 ജോലി എന്തായിരിക്കും? അവർ 2 പേരും കൂടി എടുത്തിട്ടുണ്ടാവും. 120 ജോലി അവർ 2 പേരും കൂടി ചെയ്തിട്ടുണ്ടാവും. അങ്ങനെയല്ലേ? 12 ദിവസം എഫിഷ്യൻസി 10 ആണ്. 10 ജോലി അവർ എടുക്കും. അപ്പം 120 ജോലി അവർ ചെയ്തിട്ടുണ്ടാവും 12 ദിവസം കൊണ്ട്. അങ്ങനെ ചെയ്ത ശേഷം ആര് പോയി? ജോണിയും പോയി. അങ്ങനെ ബോബി ഒറ്റക്കായി. ബോബി ഒറ്റക്കാണ് ബാക്കിയുള്ള ജോലി പൂർത്തിയാക്കുന്നത്. അങ്ങനെ ആ ഒരു ജോലി ബോബി ഒറ്റയ്ക്ക് പൂർത്തിയാക്കാൻ വേണ്ടി എത്ര ദിവസം വേണ്ടി വരുന്ന ചോദിച്ചത്? ബാക്കി ജോലി. അതായത് ഇപ്പോൾ ഇവിടെ ഓൾറെഡി 120 + 60 180 ജോലി എടുത്തു കഴിഞ്ഞു. ഇനി ബാക്കി നമുക്ക് ടോട്ടൽ 240 ജോലിയാണ് ഉള്ളത്. അതിൽ 180 ജോലി എന്തായി? ഇവരെടുത്ത് കഴിഞ്ഞു. ബാക്കി 60 ജോലിയാണ് ഇനി ഉണ്ടാവുക. സോ 240 നിന്ന് 180 ജോലി എടുത്തു കഴിഞ്ഞു. ബാക്കി 60 ജോലിയാണ് ഇനി ചെയ്ത് തീർക്കാനുള്ളത്. ഈ 60 ജോലി ആര് ചെയ്യും? ഈ 60 ജോലി തീർക്കുന്നത് ബോബിയാണ്. ബോബീൻ്റെ ജോലി ബൈ ബോബീൻ്റെ എഫിഷ്യൻസി അല്ലേ? ജോലി ബൈ ബോബീൻ്റെ എഫിഷ്യൻസി. ബോബീൻ്റെ എഫിഷ്യൻസി എത്രയാണ്? 4 ആണ്. ബോബീൻ്റെ എഫിഷ്യൻസി 4 ആണ്. സോ 60/4. അപ്പോൾ 15 ദിവസം വേണം ബോബിക്ക് എന്തെന്ന് ഒറ്റയ്ക്ക് ഈ ഒരു ജോലി ചെയ്ത് തീർക്കാൻ വേണ്ടി. ഇനി ചിലപ്പം ടോട്ടൽ ജോലിയാണ് ക്വസ്റ്റ്യനിൽ ചോദിച്ചിട്ടുള്ളത്. എന്ത് കണ്ടുപിടിക്കണം? 15 ദിവസം ബോബി ചെയ്തത്, 12 ദിവസം 2 പേരും കൂടി ചെയ്തത്, 4 ദിവസം അവർ 3 പേര് ഒരുമിച്ച് ചെയ്തത്. ടോട്ടല് 15 + 12 27 4 31 ദിവസം എന്താണ് ഈ ഒരു ജോലി കംപ്ലീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് വേണം. സോ അപ്പം 3 പേര് വന്നാലും ഇതുപോലെ തന്നെ ചെയ്യേണ്ടത് നേരത്തെ പറഞ്ഞ പോലെ തന്നെയാണ്. ആദ്യം നമ്മൾ ടോട്ടൽ വർക്ക് കണ്ടുപിടിക്കണം. ടോട്ടൽ വർക്ക് കണ്ടുപിടിച്ചിട്ട് 3 പേരുടെ എഫിഷ്യൻസി കണ്ടുപിടിക്കുക. പിന്നെ അവർ പറഞ്ഞ കണ്ടീഷൻ വെച്ച് നമ്മൾ ചെയ്യുക. ആദ്യം 3 പേര് ഒരുമിച്ച് പറഞ്ഞെങ്കിൽ എന്ത് ചെയ്യണം? കണ്ടുപിടിക്കണം. 3 പേരുടെ എഫിഷ്യൻസി × എത്ര ദിവസം വർക്ക് ചെയ്തു അത് കണ്ടുപിടിക്കുക. അതിനുശേഷം 2 ദിവസം 2 പേര് പറഞ്ഞിട്ടുണ്ടെങ്കിൽ 2 പേരുടെ എഫിഷ്യൻസി × എത്ര ദിവസം ചെയ്തു. ഇനി ബാക്കി എത്ര ജോലി ഉണ്ട് കണ്ടുപിടിക്കുക. ആ ജോലി ആരാണ് ചെയ്ത് നോക്കുക, അവരുടെ എഫിഷ്യൻസി നോക്കുക. അപ്പം ബാക്കി ജോലി ബൈ അവരുടെ എഫിഷ്യൻസി. അപ്പം നമുക്ക് എന്ത് കണ്ടുപിടിക്കാൻ പറ്റും? ബാക്കി ദിവസം കണ്ടുപിടിക്കാൻ പറ്റും. ഓക്കെ. മാധവനും രുക്മിണിയും കൂടി ഒരു ജോലി 4 ദിവസം കൊണ്ട് ചെയ്തു തീർക്കും. അപ്പം മാധവനും രുക്മിണിയും 2 പേരും കൂടിയിട്ടാണ് 4 ദിവസം കൊണ്ട് ചെയ്തു തീർക്കുന്നത് പറഞ്ഞിട്ടുള്ളത്. മാധവൻ തനിയെ ആ ജോലി 6 ദിവസം കൊണ്ട് ചെയ്തു തീർക്കും. മാധവൻ ഒറ്റക്കാണെങ്കിൽ 6 ദിവസം കൊണ്ട് ചെയ്തു തീർക്കും. മാധവനും രുക്മിണിയും കൂടി ആ ജോലി 2 ദിവസം ചെയ്തു കഴിഞ്ഞപ്പോൾ മാധവൻ അവധിയെടുത്തു. സോ നമുക്ക് ആദ്യം ടോട്ടൽ വർക്ക് കണ്ടുപിടിക്കാം. 6 4 12.
6 ഇൻറ്റു 2 ആണ് 12, 4 ഇൻറ്റു 3 ആണ് 12. സോ രണ്ടുപേരുടെ എഫിഷ്യൻസി എത്രയാണ്? മാധവനും രുക്മിണിയും കൂട്ടിയിട്ടുണ്ടാകുമ്പോൾ എഫിഷ്യൻസി 3 ആണ്. മാധവന്റെ മാത്രം എഫിഷ്യൻസി എത്രയാണ്? അതിൽ 2 ആണ്. സോ രുക്മിണീൻ്റെ എഫിഷ്യൻസി എത്രയായിരിക്കും? രുക്മിണീൻ്റെ എഫിഷ്യൻസി 1 ആയിരിക്കും അല്ലേ? 3 മൈനസ് 2 ആയിരിക്കുമല്ല, കാരണം രണ്ടുപേരുടെയും കൂടിയിട്ട് 3 ആണ്, മാധവന്റെ 2 ആണ്. അപ്പം രുക്മിണീൻ്റെ എത്രയാണ്? 1 ആണ്. ഇനി എന്താണ് നമുക്ക് പറഞ്ഞിട്ടുള്ളത്? മാധവനും രുക്മിണിയും കൂടി ആ ജോലി 2 ദിവസം ചെയ്തു കഴിഞ്ഞു. സോ രണ്ടുപേരും കൂടി ഒരുമിച്ച് 2 ദിവസം എടുത്തു. രണ്ടുപേരുടെയും കൂടിയിട്ടുള്ള എഫിഷ്യൻസി 3 ആണ്, 2 ദിവസം എടുത്തു. അപ്പം 6 ജോലി കംപ്ലീറ്റ് ആക്കി. ബാക്കി നമുക്ക് ഇനി എന്തുണ്ട്? 12 മൈനസ് 6, 6 ജോലി ബാക്കിയുണ്ട്. ഈ 6 ജോലി ആരെടുക്കണം? രുക്മിണി ഒറ്റയ്ക്ക് എടുക്കണം. അപ്പം എന്ത് വരും? 6 ഡിവൈഡ് ബൈ ബാക്കി ജോലി ഡിവൈഡ് ബൈ രുക്മിണീൻ്റെ എഫിഷ്യൻസി 1 അല്ലേ? 6 അല്ലേ? 6 ദിവസമാണ് രുക്മിണിക്ക് ഒറ്റയ്ക്ക് ആ ജോലി കംപ്ലീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്. നമ്മൾ നേരത്തെ പറഞ്ഞ അതേ ക്വസ്റ്റ്യൻ തന്നെയാണ്, സെയിം തന്നെയാണ്. സോ ഒരു സ്ഥിരമായിട്ട് കണ്ടുവരാനുള്ള ഒരു ടൈപ്പ് ക്വസ്റ്റ്യനാണ് നമ്മളിപ്പം ഡിസ്കസ് ചെയ്തത്. വർക്ക് ആൻഡ് ടൈമിൽ ഒരുപാട് തവണ വന്നിട്ടൊരു ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യനാണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്തിട്ടുള്ളത്. വളരെ സിമ്പിളാണ്. കുറച്ചും കൂടി ക്വസ്റ്റ്യൻസ് ഇനി വർക്കൗട്ട് ചെയ്ത് നോക്കുമ്പോൾ നമുക്കത് കുറച്ചും കൂടി ക്ലിയർ ആയിട്ട് എപ്പോൾ കണ്ടാലും ചെയ്യാൻ പറ്റുന്ന രീതിയിലേക്ക് വരും. ഈ ഒരു ടൈപ്പ് ക്വസ്റ്റ്യനാണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യുന്നത്. ഇനി ഇതിൻ്റെ 2-3 ടൈപ്പ് കൂടി ബാക്കിയുണ്ട്, അത് വരും ക്ലാസ്സുകളിൽ ഡിസ്കസ് ചെയ്യുന്നതായിരിക്കും.